ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. KY ഫിലിപ്പോസ് അച്ഛൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഈ നടത്തുന്ന ഈ ക്വിസ് കോമ്പറ്റീഷൻ ഇപ്പോൾ 3-ാമത്തെ കൊല്ലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലം പങ്കെടുക്കാൻ വന്ന എല്ലാ ടീമുകളെയും ഞങ്ങളുടെ ഈ ലളിതമായ ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ടീം എ അല്ലേ? ടീം എ സെയിൻറ്റ് ആൻഡ്രൂസ്, ടീം ബി സെയിൻറ്റ് പീറ്റർ, ടീം സി സെയിൻറ്റ് മാർക്ക്, ടീം ഡി സെയിൻറ്റ് ലൂക്ക്, ടീം ഇ സെയിൻറ്റ് മാത്യു, ദെൻ സെയിൻറ്റ് തോമസ്, സെയിൻറ്റ് ബർത്തലോമൈ. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കാം. സോ ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റിന് 10 മാർക്കും പാസ് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പാസ് ക്വസ്റ്റിന് 5 മാർക്കും. ക്ലിയർ ആണല്ലോ? തുടങ്ങാം. ടീം എയോടുള്ള ആദ്യത്തെ ചോദ്യം, AD 1836 രേഖപ്പെടുത്തിയ സംഭവം എന്തായിരുന്നു? പതിനഞ്ച് സെക്കൻഡ് മാത്രമേ ഉത്തരം പറയാൻ ഉള്ളൂ. AD 1836 രേഖപ്പെടുത്തിയ സംഭവം എന്തായിരുന്നു? മാവേലിക്കര പാസ്. ടീം ബി മാവേലിക്കര പടിയോല. കറക്റ്റ് ആൻസർ. ടീം ബിക്ക് 5 മാർക്ക്. കുറച്ച് കേൾക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോട് തന്നെ ഡയറക്റ്റ് ചോദ്യം. എളുപ്പമാണെന്ന് തോന്നുന്നു. മർത്തമറിയം വനിതാ സമാജം എന്നാണ് സ്ഥാപിതമായത്? മർത്തമറിയം വനിതാ സമാജം സ്ഥാപിതമായ വർഷം ഏതാണ്? 1960. 1960. 60 ഷുവറാണോ? അല്ല, ടീം സി. ഉറപ്പാണോ? ടീം സി 5 പോയിന്റ്സ്. കേട്ടായിരുന്നല്ലേ? മൊത്തം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? അറിയാം. ഓക്കെ, എന്നാൽ പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോ. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്ത വർഷമേത്? 1934 ആണോ? ശരിക്കും ഉറപ്പാണല്ലോ? ഇപ്പോൾ ടീം സിക്ക് 10 പോയിന്റ്സ്. അടുത്ത ടീം ഡിയോട് സെയിൻറ്റ് ലൂക്കിനോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. AD 381 ഒരു സംഭവം നടന്നതായി അവിടെ ഒന്ന് രേഖപ്പെടുത്തിയായിരുന്നു. ഒരു ചരിത്ര സംഭവം നടന്നു. എന്താണത്? ഓക്കെ, 5 മാർക്ക് കിട്ടാനുള്ളതായി. ബട്ട് അതിനകത്തൊരു സ്പെസിഫൈ ചെയ്ത് ഒരു കാര്യം, സുനോദോസ് നടന്നു. എത്രാമത്തെ സുനോദോസ് ആയിരുന്നു അത്? രണ്ടാമത്തെ. 2ആണോ അതോ 1, 2, 3? 2 തന്നെ മതിയോ? 10 പോയിന്റ്സ് ടു ടീം സെയിൻറ്റ് ലൂക്ക്. അപ്പം ചെറിയൊരു പ്രശ്നമായല്ലേ? ആദ്യത്തെ മാത്രം കുഴപ്പമില്ല. സെയിൻറ്റ് ലൂക്ക്. അടുത്ത 5ാമത്തെ ചോദ്യമല്ലേ നിങ്ങൾക്ക്? സുനോദോസിനെ പറ്റി തന്നെയാണ്.
തേർഡ് സുനോദോസ് നടന്നത് എവിടെ വെച്ചാണ്? മൂന്നാമത്തെ സുനോദോസ് നടന്നത് എവിടെ വെച്ചാണ്? മൂന്നാമത്തെ എക്യുമെനിക്കൽ സുനോദോസ്. എഫേസസ് സുനോദോസ്. ഫൈൻ, ഷുവർ. എഫേസസ് അവിടെ വെച്ച് നടക്കുന്നു. ബട്ട് ചോദ്യം അതല്ല, ഏത് കൊല്ലം? AD 431. ഉറപ്പാണോ? ഉറപ്പാ. 10 points to സെയിൻറ്റ് മാത്യു. അടുത്ത എത്ര ഡിഗ്രിക്ക് പഠിക്കുന്നു? രണ്ടുപേരും ഡിഗ്രിക്ക് പഠിക്കുക. സൺഡേ സ്കൂളിൽ 12th രണ്ടുപേരും പാസ്സായതല്ലേ അല്ലേ? രണ്ടുപേരും പാസ്സായല്ലേ? അപ്പോൾ സൺഡേ സ്കൂളിനെ പറ്റി ഞാൻ ചോദിക്കാം. സൺഡേ സ്കൂൾ സ്ഥാപിതമായ അല്ലെങ്കിൽ ഇനാഗുറേഷൻ നടന്ന വർഷം? 1960. 1960 ആണോ? ഉറപ്പാ? അപ്പം അതിനു മുന്നേ ആരും സൺഡേ സ്കൂളിൽ പോയിട്ടില്ല? ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ടീം സെൻറ്റ് ബർത്തലോമേ. മൈക്ക് ഒന്ന് പാസ് ചെയ്യാൻ നോക്കാം. 1890. ഷുറാ? 5 points to സെയിൻറ്റ് ബർത്തലോമേ. ഇനി ആർക്കുള്ള ചോദ്യം? നിങ്ങൾക്കാണോ അവർക്കാണോ? ആണല്ലോ. അപ്പോൾ പാടാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നൊരു കാര്യം തന്നെയാണ്. ആദ്യത്തെ മലങ്കര അസോസിയേഷൻ കൂടിയ വർഷം? 1934. 1934 മുന്നേ കൂടിയായിരുന്നു. ടീം സെയിൻറ്റ് ആൻഡ്രൂസ്. ഒന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നോ? ചേ, അപ്പുറത്തെ ടീമിലോട്ട് പോട്ടെ. ആദ്യത്തെ മലങ്കര അസോസിയേഷൻ കൂടിയ വർഷം ഏതായിരുന്നു? 1935. അല്ല, സെയിൻറ്റ് പീറ്റർ. 1876. എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? അത് നേരത്തെ അറിയാമായിരുന്നോ? 5 points to സെയിൻറ്റ് പീറ്റർ. അപ്പോൾ അതിൻ്റെ വിഷ്വൽ റൗണ്ട്, ഓഡിയോ വിഷ്വലി നമ്മൾ പറഞ്ഞതിൽ വിഷ്വൽ റൗണ്ട് കഴിഞ്ഞു. സോ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഇനിയും പോയാലോ? ആർക്കെങ്കിലും എതിർപ്പൊന്നുമില്ലല്ലോ? ഒരു എതിർപ്പുമില്ല. അപ്പോൾ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു സെയിൻറ്റ് ബർത്തലോമി. ഓഡിയോ കേൾക്കുക, അതിനെപ്പറ്റി ചോദ്യമുണ്ടാകും. കേട്ടല്ലോ? കേട്ടിട്ടുള്ള ഗാനം തന്നെയല്ലേ? ഏത് ശുശ്രൂഷയ്ക്കാണ് ഈ ഗാനം ആലപിക്കുന്നത്? പെസഹ വ്യാഴാഴ്ച. ഉറപ്പാണോ? പെസഹയ്ക്കാണോ കേട്ടിട്ടുള്ളത്? തോന്നുന്നു. സെയിൻറ്റ് തോമസിനോട് ചോദിക്കട്ടെ. സെയിൻറ്റ് തോമസ്, ദുഃഖവെള്ളി വരെ എത്തത്തില്ല. സെയിൻറ്റ് മാത്യു. കാലുകഴുകൽ ശുശ്രൂഷ. സംബന്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? എന്തോ? മൈക്കൊന്ന് യൂസ് ചെയ്യണേ. ഓർക്കുന്നില്ല, സംബന്ധിച്ചിട്ടുണ്ട് ഒരു. ആണല്ലോ. അപ്പോൾ ഇത് ഗസ്സായിരുന്നോ അതോ അറിയാവുന്ന രീതി പറഞ്ഞതാണോ? ഏകദേശം ഒരു ഊഹം. പാട്ട് കേട്ടിട്ട് കൺഫ്യൂസ് ചെയ്യുന്നൊന്നും തോന്നിയില്ല? ഇത് പെസഹ വ്യാഴാഴ്ച ആണെന്നുള്ള രീതിയിലൊന്നും തോന്നിയില്ല?
വിനയം ഒക്കെ ഒരു ആണ്. പിന്നെ അവർക്ക് പെസഹവ്യാഴം തെറ്റുകയും കൂടെ ചെയ്തുകൊണ്ട് ഉറപ്പിച്ചങ്ങ് കാൽ കഴുകൽ ശുശ്രൂഷ എന്ന് പറയാം. 5 പോയിന്റ് സെയിൻറ്റ് മാത്യുവിന്. അടുത്ത നമ്മുടെ സെയിൻറ്റ് തോമസിനുള്ള ചോദ്യമല്ലേ? ഓഡിയോ അഗെയിൻ പ്ലീസ്. സവിധകരേ ദൂരസ്ഥന്മാരെ മഷിഹായുക്തിതനുന്നീച്ചു ചിതറിപ്പോയോരെ തോമാശ്ലീഹ വിശ്വാസം പൂണ്ടു സ്ഥിരനായി ശീമോ ഓഡിയോ ക്ലിയറായി കേട്ടല്ലോ, ഗാനവും കേട്ടിട്ടുള്ളതായിരിക്കും. അവരോട് ചോദിച്ച അതേ ചോദ്യം തന്നെ, ഏത് ശുശ്രൂഷയിൽ ഈ ഗാനം ആലപിക്കുന്നു? ശ്ലീഹന്മാരുടെ ഓർമ്മ. എന്താ? ശ്ലീഹന്മാരുടെ ഓർമ്മയ്ക്കുള്ള ഇല്ല, കുറച്ചുകൂടെ വ്യത്യാസങ്ങളുണ്ട്. സെയിൻറ്റ് മാത്യു. ഉയർപ്പ് പെരുന്നാളിൻ്റെ രാത്രി ശുശ്രൂഷ കേട്ടിട്ടുണ്ടോ? പിന്നെ മാർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ അല്ലേ? 5 points to സെയിൻറ്റ് മാത്യു. അടുത്ത നിങ്ങൾക്ക് തന്നെയുള്ള ചോദ്യമല്ലേ? കിട്ടുമായിരിക്കും മിക്കവാറും അല്ലേ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കേട്ടോ? ഉണർവുണ്ടോ നീരയസേവിതനീ നീ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോ നാം അഴത്തി നടിയാ നിന്നെ വിളിക്കുന്നു യൊനയ്ക്കുന്നതുപോൽ ഞങ്ങൾക്കുത്തരമരുക. ഈ ഗാനം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എല്ലാവരും കേട്ടിട്ടുള്ളതാണോ? കേട്ടിട്ടില്ല? എന്നാലും കുറച്ചുകൂടെ കേട്ടിട്ടുണ്ടല്ലോ. ഈ പാട്ട് ഇതേ രീതിയിൽ കേട്ടിട്ടുള്ള ആരൊക്കെയുണ്ട്? ആരും കേട്ടിട്ടില്ല. എന്നാലും സെയിൻറ്റ് മാത്യുവിനുള്ള ചോദ്യം, ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ആരാണ്? പത്തനാപുരത്ത് കവറടങ്ങിയ പീലക്സിനോസിന് മേലെ ഡൽഹി ഭദ്രാസനാധിപൻ ഇയോബ് മാർ പീലക്സിനോസിന്. പിന്നെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. സൗണ്ട് അറിയാം. പിന്നെയും 10 മാർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. 10 marks to സെയിൻറ്റ് മാത്യു. അപ്പോൾ ഇനിയും സെയിൻറ്റ് ലൂക്കിന് ഇനി അടുത്ത പോയിന്റ് കിട്ടുമോ ഇല്ലേ എന്ന് അറിയാനുള്ള ഒരു അവസരമാണ്. പ്ലീസ്. വിശ്വാസം കൂറിമയറ്റോ തന്നെ നിന്ദിച്ചു പങ്കിലഗാത്രം താനിൽ ബലമാക്കി സുന്ദരനായി കാതരനായി
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആലപിക്കുന്ന സന്ദർഭം ഏതാണ്? സെയിൻറ്റ് ലൂക്ക്. സ്വർഗാരോഹണം. അല്ല, സെയിൻറ്റ് മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്ക് കിട്ടാനുള്ള ഒരു അവസരം. എൽദോ പെരുന്നാളാണ്. എൽദോ അതുവരെ പോകത്തില്ല, അതിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം. ആ ദിവസമല്ല. പാസ് ടു സെയിൻറ്റ് പീറ്റർ. വലിയ നോമ്പിൽ 2-ാം ഞായറാഴ്ച ഏവെങ്കിലിക്ക് ശേഷം. ഉറപ്പാ? ഗർഭോ ഞായറാഴ്ച. എന്തോ? കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച. 5 പോയിന്റ്സ് ടു സെയിൻറ്റ് പീറ്റർ. അടുത്ത ചോദ്യം ആരോടാ? സെയിൻറ്റ് ലൂക്കിനോടാണോ സെയിൻറ്റ് മാർക്കിനോടാണോ അതോ സെയിൻറ്റ് പീറ്ററിനോടാണോ? ഉറപ്പാ? ചോദിക്കട്ടെ പ്ലീസ്. പിന്നെയും അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഗാനം ആലപിക്കുന്ന സന്ദർഭം ഏതാണ്? അല്ലെങ്കിൽ ഏത് ദിവസമാണ് ഈ ഗാനം ആലപിക്കുന്നത്? തൈലാഭിഷേകമാണ്. എന്താ? തൈലാഭിഷേകം അല്ല. ഒരു ക്ലൂ ഇവിടെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ടീം ടു സെയിൻറ്റ് പീറ്റർ. വലിയ നോമ്പിൽ 6-ാം ഞായറാഴ്ച. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകല്ലേ, പിന്നെ നമുക്ക് 5 മാർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 5 പോയിന്റ്സ് ടു സെയിൻറ്റ് പീറ്റർ. അടുത്ത ചോദ്യം ഡയറക്റ്റ് സെയിൻറ്റ് പീറ്ററിനോടുള്ള ചോദ്യം. പ്ലീസ് ഹിയർ ദി ഓഡിയോ. ചോദ്യം കേട്ടല്ലോ? ക്ലിയറാണ് കേട്ടത്? ചോദ്യവും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മലയാളം എന്താണ്? $15 seconds. ഈ ബീറ്റൊന്നും ഇല്ലല്ലേ? ടിക് 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 ഇങ്ങനെ ഒരു ബീറ്റൊന്നും ഇല്ല. 5 seconds. 3, 2, 1. ഉണ്ടാകട്ടെ നല്ല ഓർമ്മ. അല്ല, സെയിൻറ്റ് ആൻഡ്രൂ. ചിന്തിക്കൂ, കിട്ടും. അക്കൗണ്ട് തുറക്കണ്ടേ? ചിന്തിക്കൂ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു ക്രിസ്ത്യനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ല, ക്ലൂ കൊടുക്കുന്നതിന് വിരോധമുണ്ടോ? ചെറുതായിട്ട് ക്ലൂ കൊടുത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറയുക, ഒരു ആഴ്ചയിൽ ഇപ്പോൾ ഒരു വീക്ക്ലി ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ മലയാളം നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നുമില്ല. ചിന്തിക്കുക. ഉത്തരം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ ഇതായിരുന്നു എന്ന് പിന്നെ വിചാരിക്കരുത്. സോ പാസ് ചെയ്യട്ടെ. പാസ് ടു ടീം സെയിൻറ്റ് ബർത്തലോമായി. മൽക്കീസദേക്കിന്ന് യേശുക്രിസ്തുവിന് കിട്ടിയ പൗരോഹിത്യ. അല്ല, ഇതിൻ്റെ മലയാളം മാത്രം മതി. വേറൊന്നും സന്ദർഭമൊന്നും ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ മലയാളം എന്താണ്? ചാർത്തും നീതി. അല്ല. ടീം സെയിൻറ്റ് തോമസ് പ്ലീസ്. മൈക്ക് ആരെങ്കിലും ഒന്ന് പാസ്സാണ്. സെയിൻറ്റ് മാത്യു. സീരയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ട്. ആബുൻ വിഷ്മായോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ പ്രാർത്ഥന എല്ലാവരും ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കുന്നതല്ലേ? അതിനൊരു സിറിയക് മീനിങ് ഉണ്ടായിരുന്നു, അതായിരുന്നു. സോ സെയിൻറ്റ് മാത്യു അഗെയിൻ സ്കോറിംഗ് 5 points. സുരകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, ഇനി ആർക്കാ നിങ്ങളോട് ഡയറക്റ്റ് ചോദ്യം അല്ലേ? Legdisai ke medalo hom legdadina menno begdakiyo hausem shodu sadikuso kulen maurbina. കേട്ടല്ലോ, യോബ് തിരുമേനിയുടെ ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു, ആരാ ആലപിച്ചെന്ന്. അത് ഇത് തന്നെ. ഈ ഗാനം ആലപിച്ചത് ആരാണ്? പാസ്സാണോ? ടീം സെയിൻറ്റ് ബർത്തലോമായി. ഈ ഓഡിയോ ക്ലിപ്പ് ഒന്നും കൂടെ പ്ലേ ചെയ്യുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പ്ലേ ചെയ്തില്ല. അതൊന്നും കൂടെ പ്ലേ ചെയ്യണോ? കേൾക്കണോ? വൺസ് മോർ പ്ലീസ്. Legdisai ke medalo hom legdadina menno begdakiyo hausem shodu sadikuso kulen. സോ ഒന്നും കൂടെ കേൾപ്പിച്ചു, ഒന്നും കൂടെ കേട്ടു. അപ്പം ആരാണ് ഉത്തരം പറയാനുള്ള? പാസ് ആരുടെ കയ്യിലായിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലാണ്. സെയിൻറ്റ് തോമസ് പാസ് ടു സെയിൻറ്റ് മാത്യു. എപ്പിപ്പാരിയോസ് തിരുമേനി. അല്ല. ടു സെയിൻറ്റ് ലുക്ക്. പൗലോസ് കാതോലിക്ക ബാവ. അല്ല. ടു സെയിൻറ്റ് മാർക്ക്. ടു സെയിൻറ്റ് പീറ്റർ. കേട്ടില്ല. സേവിയറിയോസ് മിത്രാപ്പോൻ മാത്യൂസ് മാർ സേവിയറിയോസ്. കേട്ടിട്ടുണ്ടായിരുന്നോ അതോ ചുമ്മാ പറഞ്ഞ? ഗസ് വർക്ക്. ഗസ് വർക്കോ? ഗസ് വർക്കിനൊക്കെ മാർക്ക് കൊടുത്താൽ പിന്നെ എന്നാലും പിന്നെ ശരി ഉത്തരം പറഞ്ഞ കൊടുക്കണ്ടേ? നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ? ഇല്ല. സോ സെയിൻറ്റ് പീറ്റർ ഗെറ്റ്സ് 5 points. സോ ആർക്കെങ്കിലും സ്കോർ അറിയണമെന്ന് താല്പര്യമുണ്ടോ? അതോ അടുത്ത റൗണ്ടിൽ കയറിയാൽ മതിയോ? അടുത്ത റൗണ്ട് മതിയോ? ഇപ്പം സ്കോർ ഇപ്പം വേണോ വേണ്ടേ? ഓക്കെ, ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് റൗണ്ട്. ഇപ്പം സെക്കൻഡ് റൗണ്ട് നമ്മുടെ രണ്ടാം കാതോലിക്ക. ആരാ? ഏതൊരു ടീം പറഞ്ഞേ? ആരാ? ഗീവറീസ് പ്രഥമൻ കാതോലിക്ക ബാവ. ബാവയ്ക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന റൗണ്ടാണ് സെക്കൻഡ് റൗണ്ട്. കാതോലിക്കേറ്റ് ന്യൂസ് അല്ലെങ്കിൽ നമ്മുടെ മലങ്കര സഭ മാസിക അല്ലെങ്കിൽ മലങ്കര സഭയുടെ വാർത്തകൾ എത്ര പേര് അറ്റ്ലീസ്റ്റ് ഇൻ എ മന്ത് അന്വേഷിക്കാറുണ്ട്, കേൾക്കാറുണ്ട്? അത് ഇതിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ. സെയിൻറ്റ് ആൻഡ്രൂസ്. ഇത് എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്ത് ഇപ്പം നടക്കുന്നൊരു സംഭവമാണ്. മാർത്തോമാ സ്ലീഹ കുന്തമേറ്റ് വീണ ഒരു സ്ഥലമുണ്ട്. എവിടെ അറിയാം? ക്വസ്റ്റ്യൻ അതല്ല. സെയിൻറ്റ് തോമസ് മൗണ്ട്. അവിടെ
ഓർത്തഡോക്സ് സഭയ്ക്ക് ഇതുവരെയും ഒരു ദേവാലയം ഇല്ലായിരുന്നു. ചരിത്രം എന്തൊക്കെയായാലും ഇതുവരെ ഇല്ലായിരുന്നു. ഇന്നലെയും ഇന്നും അതിൻ്റെ കൂദാശ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ദേവാലയത്തിൻ്റെ പേര് എന്താണ്? സെയിൻറ്റ് മേരീസ് ചർച്ച്. സെയിൻറ്റ് മേരീസ് ചർച്ച് അല്ല, ഓക്കെ ഫൈൻ, ചാപ്പൽ ആണത്. സെയിൻറ്റ് മേരീസ് ചാപ്പൽ. ബട്ട് 5 മാർക്കിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. പക്ഷേ ഈ ചാപ്പലിൻ്റെ മുൻപിൽ കുറച്ച് പ്രിഫിക്സ് ഉണ്ട്. അതും കൂടെ പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ചോദ്യത്തിൽ തന്നെ അതിൻ്റെ കുറച്ച് ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആ ചോദ്യം ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഉത്തരം പറയുകയാണെങ്കിൽ 10 മാർക്ക് കിട്ടില്ലെങ്കിൽ 5 മാർക്ക്. എന്താ സംസാരിക്കുമ്പോൾ മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കണേ. ഒരു 3 സെക്കൻഡ് കൂടെ ആലോചിക്കേ. 1 2 1 പോട്ടെ. പേരാണോ, സ്ഥലപ്പേരാണോ? അങ്ങനെ പറയാം. മൈലാപ്പൂർ സെയിൻറ്റ് മേരീസ്. അത്രയ്ക്ക് സ്ഥലപ്പേരല്ലായിരുന്നു അത്, എന്നാലും ഒരു പ്രിഫിക്സ് ഉണ്ടായിരുന്നു. ബട്ട് 5 പോയിന്റ്സ് നിങ്ങൾക്കുണ്ട്. മറ്റേ ടീമുകൾക്ക് പാസ് ചെയ്യുവാണ്. അതിൻ്റെ മുൻപിലത്തെ പ്രിഫിക്സും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ ഒരു 5 മാർക്കും കൂടെ കിട്ടാൻ സാധ്യത ഉണ്ട്. സോ സെയിൻറ്റ് പീറ്റർ. സെൻറ്റ് തോമസ് മൗണ്ട്. അത് അവർ പറഞ്ഞല്ലോ, ഞാൻ അല്ലാന്നും പറഞ്ഞല്ലോ. സെയിൻറ്റ് മാർക്ക്. അഞ്ച് സെക്കൻഡ്. സ്ഥലപ്പേരാണോന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞായിരുന്നു. എന്നിട്ട് അവർ മൈലാപ്പൂർ എന്ന് പറഞ്ഞു, പക്ഷെ അല്ല എന്ന് പറഞ്ഞു. എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഉത്തരം കൂടി ഉണ്ടായിരുന്നു. പാസ് ചെയ്യുന്നു ടു സെയിൻറ്റ് ലൂക്ക്. 5 4 3 2 1 0 പോട്ടെ. സെയിൻറ്റ് മാത്യുവിലോട്ടെത്തി. സെൻറ്റ് മേരീസ് ചാപ്പൽ അതിൻ്റെ അവസാനമുണ്ട്. തുടക്കം ഒരു ഇതുണ്ട്. എന്താണത്? 5 4 3 2 1. മലങ്കര ഓർത്തഡോക്സ് സെൻറ്റ് മേരീസ്. അല്ല, അതിന് മാർക്ക് ഞാൻ കൊടുത്താനേ, പക്ഷേ അതല്ല. സെയിൻറ്റ് തോമസ്, പ്ലീസ് ആൻസർ. പാസ്. സെയിൻറ്റ് ബർത്തലോമായി. സെൻറ്റ് മൗണ്ട് സെൻറ്റ് മേരീസ്. എന്താ? സെൻറ്റ് മൗണ്ട് സെൻറ്റ് മേരീസ്. സെയിൻറ്റ് മൗണ്ടോ? അല്ല അല്ല. ഇപ്പം രണ്ടുപേരും പറഞ്ഞു സെയിൻറ്റ് തോമസ് മൗണ്ട്. പക്ഷേ അതിൻ്റെ മലയാളത്തിലൊന്നും ആക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടിയാനെ. മർത്തോമൻ ഗിരി, സെയിൻറ്റ് മേരീസ് ചാപ്പൽ, അതാണ് ശരി ഉത്തരം. ബട്ട് സെയിൻറ്റ് ആൻഡ്രൂസ് ഈസ് ഓപ്പണിംഗ് ദ അക്കൗണ്ട്. 5 പോയിന്റ്സ് പ്ലീസ്. രണ്ടാമത്തെ ചോദ്യം എളുപ്പമാണ്. നിങ്ങൾ ലോട്ടൊക്കെ എടുത്ത് കയറി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. എളുപ്പമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ചോദിക്കുകയാണ്. ദിദിമോസ് പ്രഥമൻ ബാവ എത്രാം വയസ്സിലാണ് കാതോലിക്ക ആയത്? ദിദിമോസ് പ്രഥമൻ ബാവ എത്രാം വയസ്സിലാണ് കാതോലിക്ക ആയത്? എത്ര? 84. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ? ഇല്ല. എത്ര വയസ്സിലാണ് കാലം ചെയ്ത്? അതിൽ നിന്ന് 91 ആണോ? ഒന്ന് മാത്തമാറ്റിക്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയോ? എന്നാൽ 84 കറക്റ്റാ. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 84 കറക്റ്റാ. സോ 10 പോയിന്റ്സ് പ്ലീസ് ടു സെയിൻറ്റ് പീറ്റർ. ഇത് ടഫാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ മലങ്കര സഭ മാസിക, കാതോലിക്കേറ്റ് ന്യൂസ് ഇതൊക്കെ വായിച്ചെങ്കിൽ ഒരു ചെറുതായിട്ടൊരു അറിവ് കിട്ടിയാണ്. ഞാനും ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഒരു ജസ്റ്റ് ഒരു ഇതായി. അപ്പോൾ ചോദ്യം ഇതാണ്.
മലങ്കര സഭയ്ക്ക് ഒരു സേവന വിഭാഗമുണ്ട്. ആ സേവന വിഭാഗത്തിൻ്റെ പേര് എന്താണ്? മലങ്കര സഭയുടെ സേവന വിഭാഗത്തിൻ്റെ പേര് എന്താണ്? മൈക്ക് യൂസ് ചെയ്യാൻ കേട്ടില്ല. നേരത്തെ മുതലുള്ളതാണോ? എന്തോ നേരത്തെ മുതലുള്ളതാണോ അതോ ഈയിടെ വല്ലതും തുടങ്ങിയാണോ? ഈ ഇടയല്ല. ഇപ്പം ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുത്തു എന്നും പറഞ്ഞിട്ടും ഓണത്തിന് അവരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും ന്യൂസുകളിൽ വന്നതാണ്. എനിവേസ്, ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്ത് മലങ്കരയിൽ അല്ലെ മലങ്കര സഭയിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ഇതാണ്. പാസ് ചെയ്യട്ടെ. മൈക്ക് യൂസ് ചെയ്യുന്നു പറയണേ. മോംസ് ആണോ? അല്ല, ടു സെയിൻറ്റ് ലൂക്ക്. ഒരു ഒറ്റ ഒരു പേരാ. മൈക്ക് പാസ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. നാംസ്. അല്ല, സെയിൻറ്റ് മാത്യു പ്ലീസ്. പാസ്സാണോ? സെയിൻറ്റ് തോമസ് പ്ലീസ്. സെയിൻറ്റ് ബർത്തലോമായി അറിയത്തില്ല. സോ നിങ്ങൾക്ക് അറിയാം മലങ്കര സഭയുടെ സേവന വിഭാഗത്തിൻ്റെ പേരെന്താണ്? ആദ്രം എന്നാണ് എൻ്റെ പേര്. ഇത് ആദ്യമായിട്ടാണോ എല്ലാവരും കേൾക്കുന്നത്? കേട്ടിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഞാനത് നോക്കിയപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അത് ചെയ്യുന്നേ ഉള്ളൂ. സോ അടുത്ത ചോദ്യം ഏത് ടീമിനോടുള്ള? സെയിൻറ്റ് ലൂക്ക് അല്ലേ? 2013 സെപ്റ്റംബർ 5 ഒരു സംഭവം നടന്നു. ഒരു ചരിത്ര സംഭവം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. സംഭവം എന്താണെന്നറിയോ? അതല്ല ചോദ്യം. സംഭവം അറിയോ? ഭയങ്കര ന്യൂസൊക്കെ ആയിരുന്നല്ലോ. മൈക്ക് ഒന്ന് യൂസ് ചെയ്യാനേ. പോപ്പ് ഫ്രാൻസിസിനെ നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ വത്തിക്കാനിൽ പോയി സന്ദർശിച്ചു. അപ്പോൾ എത്ര സന്ദർശനമായി? ഒരു സന്ദർശനമായി. ബട്ട് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇന്നേ വരെ ടോട്ടലി എത്ര ഒഫീഷ്യൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സന്ദർശനം നടന്നിട്ടുണ്ട്? ഇടയ്ക്ക് എക്യുമെനിക്കൽ കൗൺസിലിൽ കാണുന്ന സന്ദർശനമല്ല, ഒഫീഷ്യലി ഉള്ള ഇതുവരെ ടോട്ടൽ എത്ര എണ്ണം നടന്നിട്ടുണ്ട്? 4 എണ്ണം. ഏതൊക്കെയാണെന്നറിയോ? 1836 ഇല്ല, കുഴപ്പമില്ല. പോയിന്റ്സ് ഫോർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? 10 പോയിന്റ്സ്. അടുത്ത സെയിൻറ്റ് മാത്യുവിനോടുള്ള ചോദ്യമാണ്. ഇത് കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മാർച്ച് 2013 പരിശുദ്ധ കാതോലിക്ക ബാവ ഒരു പാത്രിയാർക്കീസിൻ്റെ സ്ഥാനാരോഹണ സമയത്ത് അവിടെ ചെന്ന് സംബന്ധിക്കുകയുണ്ടായി. അത് ഏത് പാത്രിയാർക്കീസ്? എവിടുത്തെ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്ക്. ഏത് പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഒരു 5 മാർക്ക്. ആബൂന മത്തിയാസ് പാത്രിയാർക്കീസിൻ്റെ ആരോഹണം എത്യോപ്യൻ ആഡി ഷബാബ്. മാർക്ക് കൊടുക്കണോ? കറക്റ്റാണോ ജൂലൻ? ആണോ? കറക്റ്റാ. 10. ടു സെയിൻറ്റ് മാത്യു പ്ലീസ്. ഇതും സിമ്പിൾ ചോദ്യം തോന്നുന്നു. എഗെയിൻ കമ്മിങ് ബാക്ക് ടു ലൈക്ക് മലങ്കര സഭ മാസിക വായിച്ചിട്ടുണ്ടെങ്കിലോ അറ്റ്ലീസ്റ്റ് ഫേസ്ബുക്കിൽ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ പേജ് ഏതെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യമാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയതായിട്ടൊരു യൂണിവേഴ്സിറ്റിയെ പറ്റി ചിന്തിക്കുകയും ഒരു യൂണിവേഴ്സിറ്റി വരുന്നതിനെ പറ്റി ഒരു ന്യൂസ് ഒരു 2-3 ആഴ്ചയ്ക്കകത്ത് നമ്മൾ കേട്ടു. ഏത് സ്ഥലത്താണ് ദ പ്രപ്പോസ്ഡ് യൂണിവേഴ്സിറ്റി സൈറ്റ്? സെയിൻറ്റ് തോമസ്. ഓക്കെ, ഒരു ക്ലൂ വരാം. കേരളത്തിലല്ല, പുറത്താ. കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സ്ഥലമാണ്. പാസ്സാണോ? സെയിൻറ്റ് ബർത്തലോമായി പ്ലീസ്. ബാംഗ്ലൂർ. കേട്ടതാണോ അറിഞ്ഞതാണോ? അറിഞ്ഞതാണ്.
അർജുനാണ്. അപ്പം പിന്നെ കറക്റ്റ് ആയിരിക്കണമല്ലോ. 5 points to സെയിൻറ്റ് ബർത്തലോമായി. ഇനി ആർക്കാ ചോദ്യം ചോദിക്കാനുള്ള? ആരോടാ? സെയിൻറ്റ് ബർത്തലോമയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? പരിശുദ്ധ ബാവതിരുമേനി രചിച്ച ഒരു പുസ്തകം ഈയിടെ പ്രകാശിപ്പിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? പരിശുദ്ധ ബാവതിരുമേനി രചിച്ച ഒരു പുസ്തകം ഈയിടെ പ്രകാശിപ്പിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ പേര് ആരും കേട്ടില്ല? പ്ലീസ് തിങ്ക്. 10 സെക്കൻഡ് കൂടെ ചിന്തിക്കുക, ഇല്ലെങ്കിൽ വണ്ടി അടുത്ത ഇതിലോട്ട് പോവും. ഒന്ന് ആലോചിച്ച് വെക്കണേ ചുമ്മാ. ജ്യോതിസ് എന്ന് ഇല്ല. സെയിൻറ്റ് ആൻഡ്രൂസ് പ്ലീസ്. എന്ത് പാസ്സായിരുന്നു? സെയിൻറ്റ് മാർക്ക്, സെയിൻറ്റ് ലൂക്ക്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം, നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ഭാവം ഞാൻ പറഞ്ഞു ആദ്യമേ, ഇത് ഒരു കൊല്ലത്തിനകത്ത് മലങ്കര സഭയിൽ നടന്ന കറണ്ട് ചർച്ച് അഫയേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. സഭയും സമാധാനവും. അടുത്തൊരു ബുക്ക് നിങ്ങൾ എഴുതുവാണെങ്കിൽ നല്ല പേരാ. സോ സെയിൻറ്റ് മാത്യു പ്ലീസ്. സെയിൻറ്റ് തോമസ് പാസ്സാണ്. അവിടെ നിന്നാണ് തുടങ്ങിയ ഫെബിന്. പിന്നെ അവർക്ക് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ വഴക്ക് പറയത്തില്ലേ? സോ ആൻസർ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി എല്ലാവരും അടുത്ത ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കും ചോദിക്കാം. ചോദ്യം വന്നതിന് ഉത്തരം പറയാം. അനുഭവങ്ങൾ, ധ്യാനങ്ങൾ, അതായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയില്ലേ ജിബിന്? Okay, fine. The question to Saint Bartholomew. ചോദ്യം ഇതാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ടിക് 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 ടിക്. 15 സെക്കൻഡ് തന്നെയല്ലേ ഇതിന്? ലാസറിൻ്റെ സഹോദരിയോട് പേര് വേണം. മാർത്ത. വായിച്ചതാണോ? അറിയാവുന്നതാണോ? കുറച്ച്. ഇപ്പം മാർത്തയ്ക്ക് 10 മാർക്ക് കൊടുത്താലേ പറ്റുള്ളൂ. മാർത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് കിട്ടി. യോഹന്നാൻ്റെ സുവിശേഷം 11:25 റെഫർ ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കാണാവുന്നതാണ്. അടുത്ത ചോദ്യം അറിയാമായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യനൊക്കെ പോയി കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോസ്തലന്മാരോട് കള്ളം പറഞ്ഞതിന് മരണശിക്ഷ ഏറ്റുവാങ്ങിയ 2 പേർ ആരൊക്കെ? ഓക്കെ, അവർ ഒരു ദമ്പതികളായിരുന്നു. ഫൈൻ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോസ്തല പ്രവൃത്തികളൊന്ന് മനസ്സിലൊന്ന് വരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊക്കെ ഉത്തരം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ? അവർ ഒന്ന് പാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഉത്തരം പറയാൻ. പാസ്സാണോ? സെയിൻറ്റ് മാത്യു പ്ലീസ്. അനന്യാസ് ഭാര്യ സഫീറ അല്ല? ആക്ച്വൽ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടുമുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാവുള്ളൂ? 5 ആണോ 10 ആണോ? 5 ആണോ? 10 വേണ്ടല്ലോ. കിട്ടിയ സന്തോഷം. എന്നാലും 5 മാർക്ക് പ്ലീസ്. ഇനി ആരോടാ? സെയിൻറ്റ് മാത്യുവിനോട് തന്നെയുള്ള ഡയറക്റ്റ് ചോദ്യം തന്നെയല്ലേ? മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് യേശു ഒരു ഉപമയിൽ കൂടി പഠിപ്പിച്ചു. അത് ഏത് ഉപമ ആണ്? മടുത്തു പോകാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞ ഉപമ.
10 seconds. വിധവ ധനവാൻ്റെ വിധവ ധനവാൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അപേക്ഷിക്കുന്നത് ഇപ്പോഴും കംപ്ലീറ്റ് ആയില്ല. അതായത് വിധവ ധനവാൻ്റെ അരികിൽ ചെന്നുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരു ഉപമ. ഇതിൽ എഴുതി വെച്ച ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഉത്തരത്തിന്. ഇപ്പോൾ പാസ് ഒന്ന് ചെയ്യട്ടെ. ഡയറക്റ്റ് ആൻസർ കിട്ടുവാണെങ്കിൽ അവർക്ക് മാർക്ക്, അല്ല പാസ്സാണെങ്കിൽ 5 മാർക്കാണെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടും. ആർക്കും ഇതിൻ്റെ ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2.5 മാർക്ക് കിട്ടുന്നതായിരിക്കും. ഷുവർ. സെയിൻറ്റ് ലൂക്ക് പ്ലീസ്. സെയിൻറ്റ് ലൂക്ക് പാസ് ചെയ്യട്ടെ. ടൈം അപ്പ് പ്ലീസ്. സെയിൻറ്റ് മാർക്ക്. ടൈം അപ്പ്. പോട്ടെ, പാസ് ചെയ്യട്ടെ. സെയിൻറ്റ് പീറ്റർ പ്ലീസ്. കടം ഇളച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ദാസൻ. അല്ല, 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള, ഇവരിപ്പോൾ പറഞ്ഞില്ലേ ഒരു വിധവയും പിന്നെ ആരോ എന്നൊക്കെ പറഞ്ഞു, അതൊന്ന് പറഞ്ഞാൽ മതി. സന്ദർഭങ്ങൾ അങ്ങനെ വേണമെന്നില്ല. ഉപമയിൽ എന്തിനെ പറ്റിയാ? സോ പാസ് ചെയ്യട്ടെ. സെയിൻറ്റ് ആൻഡ്രൂസ് പ്ലീസ്. ലാസറിൻ്റെ ധനവാൻ്റെ ഉപമയാണ്. അല്ല. സോ അപ്പം നിങ്ങളോട് ഉത്തരം പറയാനുണ്ടല്ലേ? നിങ്ങൾ അറിയോ? സെയിൻറ്റ് തോമസ് അറിയത്തില്ല. വായിച്ചിട്ടുണ്ടോ? ഒന്ന് മൈക്കൊന്ന് കൊടുക്കാവോ? അവരുടെ മൈക്ക് എവിടെ പോയി? ഒരാളിപ്പോൾ ഒരു പോയിന്റ്സ് സ്കോർ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ മൈക്കിൽ കൂടെ തന്നെ കേൾക്കണ്ടേ? അതൊക്കെ പറഞ്ഞു ഒന്നും കൂടെ. വിധവയുടെയും ന്യായാധിപൻ്റെ ഉപമ പ്ലീസ്. സെയിൻറ്റ് തോമസ് ഓപ്പണിംഗ് ദ അക്കൗണ്ട്, 5 മാർക്ക്. അടുത്ത ചോദ്യം ആരോടാ? സെയിൻറ്റ് ലൂക്കിനോടല്ലേ? ഡയറക്റ്റ് ചോദ്യം വെളിപാട് പുസ്തകത്തിൽ നിന്നും. വായിച്ചാണോ? വായിച്ചിട്ടുള്ളതല്ലേ? ചോദ്യം ഇതാണ്: 7 നക്ഷത്രങ്ങളും 7 നിലവിളക്കുകളെയും കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? 2 ഉത്തരം പറഞ്ഞാൽ 5 + 5 10. പാസ് ചെയ്ത് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ 2.5 ഒറ്റ ഉത്തരത്തിന് കിട്ടത്തുള്ളൂ. 2 പറഞ്ഞാലേ ഫുൾ പോയിന്റ് കിട്ടത്തുള്ളൂ. മൈക്കൊന്ന് യൂസ് ചെയ്യണേ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വായിച്ചു തരാം. വെളിപാട് പുസ്തകത്തിൽ 7 നക്ഷത്രവും 7 നിലവിളക്കും എന്താണ്? പാസ് ചെയ്യട്ടെ. 7 വാതിൽ. എന്താ? ട്രൈ ചെയ്യുന്നു. ട്രൈ പാസ്സാണോ? സെയിൻറ്റ് മാർക്ക് പ്ലീസ്. നക്ഷത്രം 7 രാജാക്കന്മാരെ ചോദിക്കും. അല്ല, പാസ് ചെയ്യട്ടെ. സെയിൻറ്റ് പീറ്റർ പ്ലീസ്. ന്യായവിധി. എന്താ? ന്യായവിധി. അല്ല, ഇത് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 നിലവിളക്കും നക്ഷത്രങ്ങളെന്നൊക്കെ പറഞ്ഞപ്പം 2 എന്തായാലും വരും. 7 സഭ. എന്ത്? വിശുദ്ധന്മാരുടെ. ശ്രമിക്കൂ. ചെറുതായിട്ടെന്തോ ആൻസറൊക്കെ മിന്നിപ്പോയി. പക്ഷേ ഇത്രയും പറഞ്ഞതിന് മാർക്ക് കിട്ടാൻ പറ്റില്ല. പാസ് ചെയ്യട്ടെ. പാസ് പ്ലീസ്. സെയിൻറ്റ് ആൻഡ്രൂ പാസ്സാണോ? ബർത്തലോമായിക്ക് പിന്നെ ഒരു അവസരം കൂടി വന്നിരിക്കുന്നു. 5 4 3 2 1. പാസ് ടു സെയിൻറ്റ് തോമസ്. പാസ് ചെയ്തു. പറയണോ?
ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. 7 മാലാകന്മാർ വന്ന് അല്ല. നശിപ്പിക്കുന്നു. പോട്ടെ, അടുത്ത പോട്ടെ. സെയിൻറ്റ് തോമസ് പ്ലീസ്. പാസ്സാണ്. സെയിൻറ്റ് മാത്യു പ്ലീസ്. ആദ്യത്തേത് 7 സഭകളെയും രണ്ടാമത്തേത് ആ സഭകൾക്കുള്ള 7 ദൂതന്മാരെയും. നക്ഷത്രങ്ങൾ എന്താണ്? ആദ്യം പറഞ്ഞത് ആദ്യം നക്ഷത്രവും നിലവിളക്കും. അതിൽ നിലവിളക്ക് ഈക്വൽ ടു എന്താണ്? നക്ഷത്രങ്ങൾ ഈക്വൽ ടു എന്താണ്? 7 നക്ഷത്രങ്ങൾ 7 ദൂതന്മാരെയും 7 നിലവിളക്കുകൾ 7 സഭയെയും. അത് തിരിച്ചാണോ? അല്ല, ഇങ്ങനെ നേരെ തന്നെയാണ്. അപ്പോൾ പാസ് ക്വസ്റ്റ്യൻ അല്ലേ? 5 മാർക്ക് പ്ലീസ് ടു സെയിൻറ്റ് മാത്യു. ഇനി ആരോടുള്ള ചോദ്യം? നിങ്ങൾക്കപ്പോൾ വേണ്ട, അവർക്ക് പിന്നെയും ചോദിച്ചാൽ മതി അല്ലേ? സോ സെയിൻറ്റ് മാർക്കിനുള്ള ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന യഹൂദ സമൂഹം ഏതാണ്? പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന യഹൂദ വിഭാഗം ഏതാണ്? പരീശന്മാർ അല്ല. സെയിൻറ്റ് പീറ്റർ പ്ലീസ്. സദൂക്യർ. സദൂക്യർ. 5 മാർക്ക് പ്ലീസ്. അടുത്ത ചോദ്യം സെയിൻറ്റ് പീറ്ററിനോട് തന്നെയാണ്. ഹാ കഷ്ടം എന്ന് യേശു വിളിച്ചു പറഞ്ഞ 2 നഗരങ്ങൾ ഏതാണ്? ഹാ കഷ്ടം എന്ന് യേശു വിളിച്ചു പറഞ്ഞ 2 നഗരങ്ങൾ ഏതാണ്? കോരസീനും ബേത്സേദും. എവിടെയാണ് സൂചിപ്പിക്കുന്നതെന്നറിയാതെ? മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യം. ഇപ്പം പിന്നെ 10 മാർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. പ്ലീസ് ബിജു. അടുത്ത ആരോടുള്ള ചോദ്യം? നിങ്ങൾക്കൊരു ചോയ്സ്. ഞാൻ 7ഉം 8ഉം 2 ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്പർ 7ഉം നമ്പർ 8. അതിൽ 7 വേണോ 8 വേണോ? ഓർഡർ ചെയ്തായിരുന്നു. അപ്പം വരുന്നത് 6 കഴിഞ്ഞാൽ പിന്നെ 7 വരുന്നത്. അത് മതിയല്ലോ. ഷുവർ. ദ ക്വസ്റ്റ്യൻ ഇസ്, വെളിപാട് പുസ്തകത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ എവിടെ ഉണ്ട്? വാക്യമല്ല, ഒരു സ്പെസിഫിക് പോയിന്റിൽ. ഇപ്പം ലൈക്ക് പാളയംപള്ളി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതേപോലെ ഒരു രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ എവിടെ ഉണ്ടെന്നാണ് വെളിപാട് പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. പാസ്സാണോ? ബർത്തലോമായി പ്ലീസ്. നീതിയുടെ പുസ്തകത്തിൽ. എവിടെ? വെളിപാട് പുസ്തകത്തിനകത്താണ്. അല്ല, നീതിയുടെ പുസ്തകത്തിൽ അല്ല. പോട്ടെ, അടുത്ത ടീം. സെയിൻറ്റ് തോമസ് പ്ലീസ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും. അല്ല. സെയിൻറ്റ് മാത്യു പ്ലീസ്. ജീവൻ്റെ പുസ്തകത്തിൽ. അല്ല. ഒരു സ്പെസിഫിക് ആൻസർ തന്നെയാണിത്. സെയിൻറ്റ് ലൂക്ക് പ്ലീസ്. അറിയത്തില്ല. സെയിൻറ്റ് മാർക്ക്. സെയിൻറ്റ് പീറ്റർ. കടൽ, സമുദ്രം. അല്ല. ശരി, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാണ്. നഗരത്തിൻ്റെ 12 അടിസ്ഥാനങ്ങളിലാണ് 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ആ റൗണ്ട് ഇവിടെ കഴിഞ്ഞു. നിങ്ങളോട് അടുത്ത് ചോദിക്കാനിരുന്ന ഒരു 8ാമത്തെ ചോദ്യം എന്താ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഉത്തരം അറിയാമല്ലോ. ചുമ്മാ നോക്കുക. ക്രിസ്തു മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്ന് വെളിവാക്കുന്ന ലേഖനം ഏതാണ്? അറിയാമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ രണ്ടും കുഴപ്പമില്ലാതെ പോയി. സോ അപ്പം അടുത്ത റൗണ്ടിലോട്ട് പോവാം. അപ്പം സ്കോറേഴ്സ് പ്ലീസ്. സ്കോർ പറയേണ്ട, ഒന്ന് നോക്കി വെച്ചാൽ മതി. സോ അപ്പം അടുത്ത റൗണ്ടിൻ്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇല്ലേ? അല്ലെങ്കിൽ കാര്യം ചെയ്താലോ? ജോഷേ വെയിറ്റ്. ലിറ്റർജിന്ന് കുറച്ച് ചോദ്യം ചോദിച്ചാലോ?
സ്പീഡിൽ പോവാം. പോയിന്റ്സ് സ്കോർ ചെയ്യുകയാണെങ്കിൽ സ്കോർ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ അങ്ങ് നിർത്താം. പാസ് ക്വസ്റ്റ്യൻസ് ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറയുവാണെങ്കിൽ പോയിന്റ്സ് ഉണ്ട്. പ്യൂർലി ഫ്രം ലിറ്റോജി. സോ ഇവിടെ തുടങ്ങണോ അവിടെ തുടങ്ങണോ? അവിടെ തുടങ്ങിയാൽ മതിയോ? നിങ്ങളുടെ തുടങ്ങിയാൽ മതി. സോ ഇപ്പം ലിറ്റോജിയിൽ ആദ്യത്തെ ചോദ്യം പാസ് ക്വസ്റ്റ്യൻ ഇല്ല, ഡയറക്റ്റ് ഇതാണ്. ഉത്തരം പറയുകയാണെങ്കിൽ ഉത്തരം പറയുക, ഇല്ലെങ്കിൽ പോയിന്റ്സ് ആർക്കും ഇല്ല. പരിശുദ്ധ മൂറോൻ ആരുടെ പ്രതീകമാണ്? പരിശുദ്ധ മൂറോൻ ആരുടെ പ്രതീകമാണ്? മൈക്ക് യൂസ് ചെയ്ത് പറയണേ. പരിശുദ്ധാത്മാവ്. പക്ഷേ അത് വലിയ ക്ലിയർ ആവുന്നില്ല. ശരിക്കുള്ള പ്രതീകം വേറൊരു ഇതാണ്. ബട്ട് ടു ദ ടെക്നിക്കൽ കമ്മിറ്റി അതിന് എന്തെങ്കിലും മാർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പാസിംഗ് ഇല്ല ഇതിന്. 5 മാർക്ക് കൊടുക്കുക. സോ ഇപ്പം 5 മാർക്ക് അവർ കൊടുക്കുകയാണ്. ഉത്തരം ശരിക്കും കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ കൂടെ തന്നെയുള്ളത് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനിൽ നിന്ന് എടുക്കപ്പെടുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ തിരുസാന്നിധ്യം വിശുദ്ധ മൂറോണിലുണ്ട്. ഓക്കെ, അതായിരുന്നു ആൻസർ. നിങ്ങൾക്ക് എന്തായാലും സെയിൻറ്റ് ആൻഡ്രൂസ് 5 മാർക്ക്. അടുത്ത ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു സെയിൻറ്റ് പീറ്റർ. നിങ്ങൾക്ക് അത് സിമ്പിൾ വന്നു എന്ന് തോന്നുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു? അഞ്ച്. തെറ്റി. എല്ലാം കൂടെ ചേർത്ത് 6. സമാധാനത്തോടെ പോകുവിനെന്ന് ആശംസിക്കുന്നതും കൂടെ ചേർത്ത് 6, അതല്ലാതെ 5. കൊടുക്കണോ? കൊടുക്കാം. 10 ടു സെയിൻറ്റ് പീറ്റർ. അത് പിന്നെ അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു പിന്നെ ഡയറക്റ്റ് അത്രയും മാർക്ക് കിട്ടിയത്. സോ ടു സെയിൻറ്റ് മാർക്ക്. മൂന്നാമത്തെ ചോദ്യം എല്ലാവർക്കും സംശയമുണ്ടാകുന്ന ചോദ്യം തന്നെയാണ്. അൻപുടയോനെ ഗീതം കേൾക്കാറില്ലേ കുർബാനയുടെ ഇടയിൽ? അൻപുടയോനെ ഗീതം കേൾക്കുമ്പോൾ മറ ഇടുന്നത് എന്തിന്? അല്ലെങ്കിൽ എന്ത് സന്ദർഭത്തെ സൂചിപ്പിക്കുന്നു? കർത്താവിൻ്റെ ഉയർപ്പിനെ സൂചിപ്പിക്കുന്നു. ക്രൂശ് മരണം. ഒരെണ്ണം ഫിക്സ് ചെയ്യും. ക്രൂശ് മരണം. പക്ഷേ ഓക്കെ, കുരിശുമരണം. പക്ഷേ കുരിശുമരണം കാരണം നമ്മൾ മറയിടുന്ന എന്തിനാ? ഇരുട്ടത്ത് നടന്നുകൊണ്ട്. അത് സൂര്യൻ ഇല്ലാത്ത വെളിച്ചം ഇല്ലാത്തപ്പോൾ നടന്നുകൊണ്ട്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു അത്. അപ്പോൾ പിന്നെ 10 മാർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഉത്തരം ഇങ്ങനെയാണ്. കർത്താവിൻ്റെ കുരിശാരോഹണ സമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി, സ്വർഗവും ഭൂമിയും തമ്മിൽ കാണാതെയായി. അതുകൊണ്ട് വിശുദ്ധ മധുവ തിരശീല അടച്ചിടുന്നു. ഇനിയും സെയിൻറ്റ് ലൂക്കിനോടുള്ള ചോദ്യമല്ലേ? മധുവായി കയറുന്നതാണ്, തുബ്ദൈൻ വായിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു 5-ാം തുബ്ദൈൻ എന്നൊരു ചോദ്യം. 5-ാം തുബ്ദൈനിൽ എത്ര ആളുകളുടെ പേര് ഓർക്കപ്പെടുന്നുണ്ട്? ഒരു 15 സെക്കൻഡ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. 5-ാം തുബ്ദൈനിൽ എത്ര ആളുകളുടെ പേര് ഓർക്കപ്പെടുന്നുണ്ട്? 15 സെക്കൻഡ്. കുറച്ചുകൂടെ സ്പീഡിൽ പോയാൽ എണ്ണം കിട്ടും. ജിമിനെ ഒന്ന് 15 സെക്കൻഡ് എണ്ണിക്കേടാ. ഇല്ല, 15 സെക്കൻഡ് എണ്ണിയാൽ മതി. ഒരു 5 സെക്കൻഡ് കൂടെ ചിന്തിക്കുക. ഒരു അക്കം അങ്ങ് പറഞ്ഞു തരും. ഇനി 16 അല്ല, 25 ആണ്. ഫൈൻ. ടു സെയിൻറ്റ് മാത്യു. നിങ്ങളോടല്ലേ ചോദ്യം? ജീവിച്ചിരിക്കുന്നവരെ തുബ്ദൈനിൽ ഓർക്കുമ്പോൾ പട്ടക്കാരൻ എന്ത് ചെയ്യുന്നു? ജീവിച്ചിരിക്കുന്നവരെ തുബ്ദൈനിൽ ഓർക്കുമ്പോൾ പട്ടക്കാരൻ എന്തു ചെയ്യുന്നു? പാസ് ഇല്ലടാ, അറിയാമായിരുന്നല്ലേ. നമ്പർ 1 പോയി, അതിൻ്റെ പ്രശ്നം.
ഒരു 5 സെക്കൻഡും കൂടെ. ത്രോണോസിൻ്റെ അല്ലെങ്കിൽ തബലേത്തയുടെ തെക്ക് വശത്ത് ഒരു സ്ലീബ വരയ്ക്കും. അതിന് കൊടുക്കാൻ പറ്റുമോ? വലതുവശത്ത് കൊടുക്കാൻ പറ്റില്ല. അതിന് ടെക്നിക്കൽ കമ്മിറ്റി പറഞ്ഞു. സോ ഇപ്പം ശരിക്കുള്ള ഉത്തരം ക്ലിയർ ആക്കി ഒന്നുകൂടെ പറ. പീലാസയുടെ തെക്ക് റൈറ്റ് സൈഡിൽ സ്ലീബ വരയ്ക്കും. ശരിക്കും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഉത്തരം നിങ്ങൾ കാസ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടിയാനെ. കാസായിൽ മേൽ കുരിശടയാളം വെച്ച് ഓർക്കുകയും പിന്നെ ഒരു രഹസ്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യും. അതായിരുന്നു ആൻസർ. ടു സെയിൻറ്റ് തോമസ് പ്ലീസ്. നിങ്ങളോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലേ? മധുവായി കയറുന്നവരല്ലേ? അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യന് കുറച്ച് എളുപ്പമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. തുബ്ദേനിയിൽ പറയുന്ന സത്യവിശ്വാസം നിലനിർത്തിയ പിതാവ് ആരാണ്? സത്യവിശ്വാസം നിലനിർത്തിയ പിതാവ് ആരാണ്? സിനു, അതും അറിയാമായിരുന്നു. ഒരു 5 സെക്കൻഡ് കൂടെ ആലോചിച്ചു. 5, 4, 3, 2, 1. സേവേറിയോസ് അല്ല, മാർ യാക്കൂബ് ബുർദാന. അടുത്ത ചോദ്യം സെയിൻറ്റ് ബർത്തലോമായോടാണ്. നിക്കിയ, കുസ്തന്തീനോസ് പോലീസ്, എഫേസൂസ് എന്നീ സുനദോസുകളെ നമ്മൾ സാർവത്രിക സുനദോസ് എന്ന് പറയുന്നു. എന്ത് കൊണ്ട്? ആ ഒരു പേരിൽ ഈ 3 സുനദോസുകളും അറിയപ്പെടുവാനുള്ള സാഹചര്യം എന്തായിരുന്നു? എല്ലാ സഭയിലെ ആൾക്കാരും വന്നും മൊത്തം ക്രിസ്ത്യാനികളിൽ വരുന്ന ഇതാണ് സുനദോസാണ്. മീൻസ് അതിനുശേഷം എന്ത് സംഭവിച്ചു? ബാക്കിയുള്ളതൊന്നും അതല്ലാത്ത കാരണം എന്താ? അല്ല, പല നമ്മൾ ഈ 3 സുന്നദോസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രിസ്ത്യാനി സമൂഹം. ബാക്കിയുള്ളത് അവരവരുടെ, ഇപ്പോൾ കത്തോലിക്ക സഭയാണെങ്കിൽ അവർക്ക് വേറെ സുന്നദോസ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബിലീഫ്സ്. പക്ഷേ ഈ 3 സുന്നദോസ് ആകുമ്പം യൂണിവേഴ്സലായിട്ട് എല്ലാ ക്രിസ്ത്യൻ ഫെയ്ത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്പ്ലിറ്റ് വന്നതല്ലേ? തെറ്റാണ്. അപ്പോൾ പിന്നെ 10 മാർക്ക് കൊടുത്താലേ വരത്തുള്ളൂ. പ്ലീസ് 10 മാർക്സ് ടു സെയിൻറ്റ് ബർത്തലോമായി. അപ്പോൾ എല്ലാവരോടും ലിറ്റോജിക്കൽ ചോദ്യങ്ങൾ വന്നു. പോയിൻറ്റ്സ് കിട്ടിയവർ കിട്ടി. സോ സ്കോർ ഒന്നറിയാം പ്ലീസ്. സോ വെള്ളം കുടിക്കാനുള്ളവരൊന്ന് കുടിച്ചു വെച്ചോ. അടുത്തത് പ്യുവർ GK റൗണ്ടാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ കയറുന്നതിന് മുന്നേ ഞാനൊന്ന് GK റൗണ്ടിനെ പറ്റി ഒന്ന് പറഞ്ഞു വയ്ക്കാം. GK റൗണ്ടിൽ മൊത്തം 10 ഓപ്ഷൻസ് കാണും, ടോപ്പിക്സ് കാണും. അതിൽ ജീവന് ലോട്ട് എന്ത് ചെയ്യാം? ലോട്ട് അപ്പം ഈ ലോട്ട് അനുസരിച്ചായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യം ചെയ്ത പോലെ ഓരോ ടീമിൽ നിന്നും ഒരാൾ വന്ന് ഈ ലോട്ട് എടുക്കുക. So, Saint Andrew, please. പ്രാർത്ഥിച്ചായിരുന്നു 5 അവിടെ വെച്ച്. പ്ലീസ് സെയിൻറ്റ് പീറ്റർ പ്ലീസ്. സെയിൻറ്റ് മാർക്ക് പ്ലീസ്. സെയിൻറ്റ് ലൂക്ക് പ്ലീസ്. Saint Matthew, Saint Thomas, Saint Bartholomew. St. Andrews 10, St. Peter 60, St. Mark 25, St. Luke 20, St. Matthew 55, St. Thomas 5, Bartholomew 30.